വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ജാഗരൂകരായിരിക്കുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു. അവൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ഉറപ്പ് മാത്രമേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും എന്നുള്ളതാണ്. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഇതിനുശേഷം നിത്യമായൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ തമ്പുരാൻ്റെ മുമ്പിൽ ആനന്ദത്തോടെ ആയിരിക്കുവാൻ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും ദുർബലപ്പെടുത്തുന്ന സുഖലോലുപതയിൽ നിന്നും നാം പിന്തിരിയണം. ഇന്ന് വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ് സുഖലോലുപത. വിവിധ ആസക്തികളിൽ നിന്നും നാം ഓടി അകലണം. ജീവിത വ്യഗ്രതയിൽ നിന്നും നാം വിമുക്തരാകണം. ദൈവാശ്രയമില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ജീവിത വ്യഗ്രത. ഇവയ്ക്കെതിരായി നാം സദാ ജാഗരൂകരും പ്രാർത്ഥനാനിരതരുമായിരിക്കുവാൻ ഈശോ ആഹ്വാനം ചെയ്യുന്നു. ജാഗരൂകരായിരിക്കുവിൻ, സദാ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. ഈ 2 വചനങ്ങൾ സുവിശേഷത്തിൽ ഈശോ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 13 വാക്യം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. മർക്കോസ് സുവിശേഷം 13:35 പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ, ഗൃഹനായകൻ എപ്പോൾ വരുമെന്നറിയില്ല. വീണ്ടും 37 വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ്, ജാഗരൂകരായിരിക്കുവിൻ. അതിനാൽ നാം നമ്മുടെ ജീവിതത്തിൽ സദാ ജാഗരൂകരും പ്രാർത്ഥനാനിരതരുമായിരിക്കുവാൻ പരിശ്രമിക്കാം. ഇതിൻ്റെ 2ാം ഭാഗത്തിൽ ഈശോ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നതാണ്. എല്ലാ ദിവസവും യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചും രോഗികൾക്ക് സൗഖ്യം നൽകിയും കരയുന്നവരുടെ കണ്ണുനീരൊപ്പിയും മറ്റുള്ളവരെ കേൾക്കേണ്ടത് കേട്ടും അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തും പകൽ മുഴുവനും അധ്വാനത്തിലായിരുന്നു. എങ്കിലും ക്ഷീണിതനായ യേശു രാത്രിയുടെ യാമങ്ങളിൽ മലമുകളിൽ ഏകാന്തതയിൽ പിതാവുമായി ആലോചന നടത്തിയിരുന്നു. പിതാവായ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ആ ഇഷ്ടം എന്താണ് എന്ന് പുത്രൻ പിതാവിനോട് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഏകാന്തതയിലായിരിക്കുവാൻ യേശു സമയം കണ്ടെത്തിയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും ഈശോയുടെ ഇഷ്ടം നിറവേറ്റാൻ വിളിക്കുന്നുണ്ട്. ഈശോയുടെ ഇഷ്ടമാണോ എൻ്റെ ഇഷ്ടമാണോ എന്ന് പ്രവർത്തിക്കുന്നത് എന്ന് നാം പരിശോധിക്കാം. ഈശോ പിതാവിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റിയതിനാൽ അവൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്നു. അതിനാൽ എന്നെ വിളിച്ചവൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അനുദിനം മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.